ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ എഡിറ്റർ. അതിൻ്റെ കൺവീനറാണ് ഡോക്ടർ പി സരിൻ. ഡോക്ടർ പി സരിനെതിരായിട്ട് ചില വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ആണ് ഇന്ന് പ്രധാനമായിട്ടുമുള്ളത്. ആ വാർത്ത ഇതാണല്ലേ? സരിനെതിരെ പരാതിയായിരുന്നല്ലോ. ആ പരാതി ചോർന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ KPCC നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സരിനെതിരായ പരാതിയുടെ പകർപ്പ് നമ്മളാണ് പുറത്തുവിട്ടത്. അതിന്റെ തുടർ വാർത്ത നമുക്കത് കണ്ടുവരാം. ഡോക്ടർ പി സരിനെതിരെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഒരു വിഭാഗം അംഗങ്ങൾ നൽകിയ പരാതി ചോർത്തിയതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടയിൽ പരാതി ചോർന്നതിലാണ് അതൃപ്തി. പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും വെച്ചുറപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെയും KPCCയുടെയും നിലപാട്. ഈ സാഹചര്യത്തിലാണ് KPCC രഹസ്യാന്വേഷണം തുടങ്ങിയത്. ഡിജിറ്റൽ മീഡിയ വിഭാഗം അംഗങ്ങളായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ, സെക്രട്ടറി രജിത് രവീന്ദ്രൻ, താര ടോജോ അലക്സ് ഉൾപ്പെടെ 6 അംഗങ്ങളാണ് സരിനെതിരെ പരാതി നൽകിയത്. സരിൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രധാന പരാതി. ഉപകരാർ നൽകിയതിലടക്കം ക്രമക്കേടുകൾ ഉണ്ടായെന്നും ആരോപണമുണ്ട്. സരിൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ ദുരുപയോഗം ചെയ്യുന്നു. സരിന്റെ നടപടികളെ ചോദ്യം ചെയ്തവരെ ചർച്ചാ ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിവാക്കിയെന്ന ആക്ഷേപവും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം പരാതിക്ക് പിന്നിൽ ഗ്രൂപ്പ് താൽപര്യമാണെന്ന വിമർശനമാണ് സരിനെ പിന്തുണക്കുന്നവർ ഉയർത്തുന്നത്. ചുരുങ്ങിയ സമയത്തിനകം പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സജ്ജമാക്കിയത് ഗ്രൂപ്പിന് അതീതമാണെന്നാണ് ഇവരുടെ വാദം. KPCC ഉപാധ്യക്ഷനായ VT ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചെയർമാൻ. അതിനിടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ തർക്കങ്ങൾ തീർക്കാൻ KPCC ശ്രമം തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.